അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു fellahmyworld. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞങ്ങൾ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാതിരാത്രി 3 മണിയായിട്ടുണ്ട്. അപ്പോഴാണ് കേക്ക് തിന്നാൻ പൂതി വന്നത്. അപ്പോൾ പിന്നെ കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ച് ഇപ്പോൾ അനിയനും അനിയത്തിയും ഉമ്മ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അനിയത്തിയാണ് ഈ ഒരു കേക്ക് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കപ്പ് മിൽക്ക് ചോക്ലേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞങ്ങൾ മൈദ തപ്പി നടന്നപ്പോൾ കിട്ടിയില്ല, കാരണം ഇപ്പോൾ ഉമ്മയാണ് കിച്ചണ് ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ചായിട്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ഉറങ്ങല്ലേ, അപ്പോൾ പിന്നെ വിളിക്കാനും പറ്റില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഉണ്ണിയുടെ അമൃതപ്പൊടി ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അമൃതപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്, 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ. ഇതൊക്കെ കൂട്ടിയിട്ട് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. നല്ല തരി ഉണ്ടാവും, അപ്പോൾ 3 പ്രാവശ്യം തന്നെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കുക. ഞാൻ മാക്ടോപ്പിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 1 കപ്പ് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് 4 പീസ് വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചോക്ലേറ്റിലോട്ട് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെക്കുക. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കേക്കിനുള്ള എഗ്ഗൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളയും അതുപോലെ തന്നെ മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് വെള്ള നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എഗ് ബീറ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് പതിപ്പിച്ചെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പതിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. പൊടിക്കാത്ത പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പതിപ്പിച്ചെടുക്കണം. അപ്പോൾ മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ പഞ്ചസാര നന്നായിട്ട് പതിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞയും കൂടിയും ഇതിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ബീറ്റർ മാറ്റി വെച്ചിട്ട് ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന അമൃതപ്പൊടി, കൊക്കോ പൗഡർ, അതിൻ്റെ മിക്സില്ലേ, അത് 3 ബാച്ചാക്കിയിട്ട് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്, കട്ട് ചെയ്യുക, ദെൻ ഫോൾഡ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഓവണിലാണെങ്കിൽ ഓവണിൽ ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്റ്റവിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വുഡൻ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കുക. എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കുക. ഒരു 40 to 50 മിനിറ്റ്സോളം എടുക്കും. അപ്പം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ചിരിക്കുന്ന ആ വിപ്പിംഗ് ക്രീം ചോക്ലേറ്റ് മിക്സ് ഇല്ല, അത് 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടൊന്ന് പുറത്തെടുത്തതിന് ശേഷം ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രോസ്റ്റ് ചെയ്ത് നോക്കി നോക്കുക, നല്ല രസമാണ് ഈ ഒരു ഫ്രോസ്റ്റിങ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്യണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്.
ഇനി ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് ഇതൊന്ന് ഷുഗർ സിറപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ പാലിൽ കുറച്ച് പഞ്ചസാര ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി വെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് ഫ്രോസ്റ്റിങ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇതുപോലെ 3 ലെയറിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. വീഡിയോ എടുക്കണ്ടേ? ഈ നന്നായിട്ട് നമ്മൾ കേക്കൊക്കെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഗനാഷ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. ഒന്ന് ഈ കേക്കൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചൂട് പാല് ഒഴിച്ചിട്ട് ഒരു തിക്കായിട്ടൊന്ന് കൺസിസ്റ്റൻസി ആക്കിയിട്ടൊന്ന് എടുക്കാം. എന്നിട്ട് ഈ കേക്കിൻ്റെ മേലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കണം. അപ്പോൾ രാവിലെയാണ് നമ്മൾ ഈ കേക്ക് മുറിക്കുന്നത്. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ അനിയത്തി ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ഡെക്കറേഷൻസൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഡെക്കറേഷൻസ് അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും കേക്ക് പറയാതെ വയ്യ. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നമ്മൾ അമൃതപ്പൊടിയോട് ചെയ്ത് വെച്ചിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എന്തായാലും സൂപ്പറാണ്. പിന്നെ ഈ ഫ്രോസ്റ്റിങ്ങും പറയാനില്ല, സൂപ്പർ ടേസ്റ്റാണ്. ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ ആൻഡ് ടേക്ക് കെയർ.